മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. ഇന്ന് മുതൽ പോഷകാഹാര വാരം ആരംഭിക്കുകയാണ്. പോഷകാഹാരത്തെക്കുറിച്ചും ആരോഗ്യപ്രദമായ ഭക്ഷണശീലത്തെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഇന്ത്യൻ ദേശീയ പോഷകാഹാര വാരത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എങ്ങനെ ആരോഗ്യമായി ജീവിക്കാം, ആരോഗ്യ രീതി എങ്ങനെ ശീലിക്കാം, മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് ഈ വാരത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടത്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കാൻ എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് ഇന്ത്യയിൽ പോഷകാഹാര വാരം ആചരിക്കുന്നത്. ആരോഗ്യപ്രദമായ ജീവിതശൈലി എങ്ങനെ കൊണ്ടുപോകാം, അതിന്റെ ആവശ്യകതകൾ ആളുകളിൽ എത്തിക്കുകയെന്നതാണ് ഈ വാരാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. കോവിഡ് മഹാമാരിക്കു ശേഷം ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത വർദ്ധിച്ചിട്ടുണ്ട്. ശരിയായ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും പോഷകാഹാരത്തെക്കുറിച്ചും അവബോധം വളർത്തുന്നതിന് ഈ ആഴ്ച ഉപയോഗപ്പെടുത്താം. ശരിയായ പോഷകാഹാരത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ദേശീയ പോഷകാഹാര വാരത്തിൽ സർക്കാർ വിവിധ പരിപാടികളും നടത്താറുണ്ട്. നല്ല പോഷകാഹാരത്തെക്കുറിച്ചുള്ള പൊതു അവബോധം വർദ്ധിപ്പിക്കുന്നതിന് അമേരിക്കൻ ഡയറ്ററ്റിക് അസോസിയേഷൻ 1975 മാർച്ചിലാണ് ദേശീയ പോഷകാഹാര വാരം ആദ്യമായി ആചരിച്ചത്. ഓരോ ദിവസവും 5 വയസ്സിന് താഴെയുള്ള 6000-ലധികം കുട്ടികൾ ഇന്ത്യയിൽ മരിക്കുന്നു. ഈ മരണങ്ങളിൽ പകുതിയിലേറെയും പോഷകാഹാരക്കുറവ് മൂലമാണ്. പ്രധാനമായും വിറ്റാമിൻ എ, ഇരുമ്പ്, അയഡിൻ, സിങ്ക്, ഫോളിക് ആസിഡ് എന്നിവയുടെ അഭാവമാണ് കാരണം. ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങൾ നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും വലിയ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. ഒരാളുടെ ബുദ്ധിവികാസത്തിനും മികച്ച മാനസികാരോഗ്യത്തിനും അയാൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സമീകൃത ആഹാരം കഴിക്കുന്നതിലൂടെ ആരോഗ്യം പൂർണ്ണമായി ഇരിക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. മനുഷ്യന്റെ ശരീരപ്രകൃതിക്ക് 7 പ്രധാന പോഷകങ്ങൾ ആവശ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഫൈബർ, അയൺ, മഗ്നീഷ്യം തുടങ്ങിയ ചെറിയ മൈക്രോ ന്യൂട്രിയന്റുകൾ പോലും ആവശ്യമായ അളവിൽ ലഭിക്കാതെ വരുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങളെ സമന്വയിപ്പിക്കാൻ കഴിയാതെ വരുന്നു. പോഷകങ്ങളടങ്ങിയ സമീകൃതാഹാരം നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമാക്കുന്നതിലൂടെ ആരോഗ്യമുള്ളവരായി തുടരാം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തീർച്ചയായും പോഷകാഹാരം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യയിൽ തന്നെ പോഷകാഹാരം കുറവ് കൊണ്ട് പോഷകം ലഭിക്കാതെ മരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, നിരവധി അമ്മമാരുണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട്. ലോകത്തും അതിൻ്റെ കണക്കുകൾ വലുതാണ്. ഒരറ്റത്ത് വലിയ അർത്ഥത്തിൽ ഭക്ഷണം വാരിക്കൂട്ടുകയും കഴിക്കുകയും ദുർമേധസ്സുണ്ടാവുകയും ചെയ്യുന്നു. വേറൊരു വശത്ത് ഇങ്ങനെ പട്ടിണിയും പോഷകാഹാരക്കുറവിലും വരുന്നു. കൃത്യവും ശാസ്ത്രീയവുമായ വിതരണത്തിൽ ഇപ്പോഴും മനുഷ്യൻ അതിൻ്റെ പ്രാപ്തി കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് വിഭവങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പല വിധത്തിലുമുള്ള സിദ്ധാന്തങ്ങൾ ഇതേ സംബന്ധിച്ചാണ് രൂപം കൊണ്ടത്. അതൊക്കെ എങ്ങനെയാണ് പ്രായോഗികമാക്കുക, അതിലുള്ള പരാജയമാണ് നാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത വന്നൊരു സ്റ്റഡിയിൽ പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ക്രിമിനൽ പ്രവൃത്തികൾ പോലും രൂപം കൊള്ളാം എന്നിവരെ കണ്ടെത്തിയിട്ടുണ്ട്. പോഷകാഹാരങ്ങളുടെ കുറവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില പ്രത്യേക കെമിക്കൽസുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞാൽ ഒരുപക്ഷെ ബ്രെയിനിൽ ക്രിമിനൽ വാസനകൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ സ്റ്റഡീസ് വളരെ അർത്ഥത്തിൽ പോവുകയാണ്. എന്തായിരുന്നാലും പോഷകാഹാരം എന്നത് അടിസ്ഥാന തത്വമാണ്. പോഷകാഹാരം കൃത്യമായി കഴിക്കുകയും പോഷകാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഇനി നമുക്ക് വൈറ്റമിൻ ഡിയുടെ കേന്ദ്രത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത കാണാം. വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത് കാൽഷ്യം അടക്കമുള്ളവ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ ഉതകുന്നതൊക്കെ സൂര്യപ്രകാശത്തിൽ നിന്നാണ്. സൂര്യനെ കാംക്ഷിക്കുക, സൂര്യനെ സ്വീകരിക്കുക എന്ന് പറയുന്നത്